ഷിയാൻ ഇൻ്റർവ്യൂവിൻ്റെ ഡ്രാഫ്റ്റിന് ഓക്കെ പറയാത്തത് കാരണം രാത്രി 11:30 കഴിഞ്ഞപ്പോഴും ഷുയിയുടെ ഓഫീസിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. യുലിങ്ങിൻ്റെ ടീമിലുള്ളവർ ഇത്രയും സമയമായിട്ടും വെയിറ്റ് ചെയ്യുന്നതിന് പരാതി പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടെ നിൽക്കുന്ന കാര്യമല്ല. ഓഫീസിലെല്ലാവരും ഇതിൻ്റെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരുപാട് പേരുടെ സമയമാണ് ഇത് കാരണം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഡ്രാഫ്റ്റ് ഓക്കെ അല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വ്യക്തമായ ഒരു മറുപടി നൽകണം. ഇന്ന് തന്നെ മറുപടി നൽകുകയാണെങ്കിൽ നന്ദി സൂചിപ്പിക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് വന്ന് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് ഷിയാന് ഒരു മെസ്സേജ് കൂടി അയക്കുന്നുണ്ട്. കാറിൽ ഇരുന്നുകൊണ്ടാണ് അവനത് കണ്ടത്. എന്തായാലും അതിനുശേഷം ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്തുകൊണ്ട് അവൻ ചീഫിന് കൺഫർമേഷൻ മെയിൽ അയക്കുന്നു. ചീഫ് ഓഫീസർ റൂമിന് പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ തൻ്റെ ഇൻ്റർവ്യൂ മെയിൻ പേജിൽ പബ്ലിഷ് ചെയ്യുമെന്ന് കരുതി യുലിങ് ഒന്ന് സന്തോഷിച്ചതാണ്. അപ്പോഴാണ് ഷിയാൻ ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്ത കാര്യം ചീഫ് പറഞ്ഞത്. യുലിങ് ആകെ നിരാശയാകുന്നുണ്ട്. ഷുയിക്ക് ഇപ്പോഴാണ് ആശ്വാസമായത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഷിയാന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്നു. പക്ഷെ അവൻ റിപ്ലൈ ഒന്നും നൽകുന്നില്ല. വീട്ടിലെത്തിയ ശേഷം അവൾ പഞ്ചാരടിച്ചുകൊണ്ട് കുറേ മെസ്സേജുകൾ അവനെ അയക്കുന്നുണ്ട്. ഷിയാൻ അതൊക്കെ വായിച്ച് രസിക്കുന്നുണ്ടെങ്കിലും ഒന്നിനും റിപ്ലൈ നൽകുന്നില്ല. അടുത്ത ദിവസം റുവയും ഷുയിയും അവർക്കൊപ്പം പഠിച്ചിരുന്ന ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായി പോകുന്നു. ആ സമയത്ത് അന്ന് രാത്രി പതിവ് സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഗുവാൻജി റുവയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും ഇന്ന് പറ്റില്ല, മറ്റൊരു ദിവസം കാണാമെന്ന് അവൾ റിപ്ലൈ നൽകുന്നു. അവർ മീറ്റ് ചെയ്യാൻ വന്ന ഫ്രണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ആളൊരു ഫേമസ് യൂട്യൂബറാണ്. അത്യാവശ്യം നല്ല വരുമാനവുമുണ്ട്. ഷുയി ഇപ്പോഴും ജോലി തുടങ്ങിയപ്പോഴുള്ള അതേ പൊസിഷനിൽ തന്നെയാണ്. പ്രൊമോഷൻ ഒന്നും ആയിട്ടില്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ അവൾ ഷിയെക്കുറിച്ച് പുച്ഛിക്കുകയും പഴഞ്ച രീതിയിലുള്ള മാഗസീനൊക്കെ വിട്ടിട്ട് പുതിയ മീഡിയയിലേക്ക് മാറുന്നതിനെക്കുറിച്ചൊക്കെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ റുവയ്ക്ക് കൺട്രോൾ തെറ്റുന്നുണ്ടെങ്കിലും ഷുയി അവളെ സമാധാനിപ്പിച്ചിട്ട് വളരെ ശാന്തമായി തക്ക മറുപടി നൽകി അവളുടെ വായ അടയ്ക്കുന്നുണ്ട്. ഷിയാൻ ഈ സമയം യുവിൻ്റെ ഫ്രണ്ട് ബ്രൂസുമായിട്ടുള്ള മീറ്റിംഗിലായിരുന്നു. ഷെങ്ങും അവിടെയുണ്ട്. ഷെങ്ങിൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ബ്രൂസിനെ പ്രേരിപ്പിക്കുകയാണ് ഈ മീറ്റിംഗിൻ്റെ ഉദ്ദേശം. പക്ഷേ ഷെന്നിന് അയാളെ കൺവിൻസ് ചെയ്യിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു കേട്ട കണ്ടീഷനുകളൊന്നും വെച്ച് കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്ന് ബ്രൂസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഷിയാൻ ഇടപെട്ടത്. അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ ജോയിൻ ചെയ്യാമെന്ന് സമ്മതിച്ചില്ലെങ്കിലും കുറച്ചുകൂടി കാര്യമായി അതിനെപ്പറ്റി ചിന്തിക്കാം, എന്തായാലും കുറച്ച് സമയം കൂടി നൽകാൻ അയാൾ പറയുന്നുണ്ട്. ഷുയി അവളുടെ എക്സുമായി ബ്രേക്കപ്പ് ആയതിനെക്കുറിച്ച് ക്ലാസ് ഗ്രൂപ്പിൽ ചർച്ച നടന്നിരുന്നതിനാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഫ്രണ്ടും അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു. അവനന്ന് ഷുയിയുടെ പുറകെ നടന്നിരുന്ന സമയത്ത് തന്നെ തൻ്റെ പുറകെ നടന്നിരുന്നു. അവളുമായി ഡേറ്റിന് പോകാതിരുന്ന സമയത്തൊക്കെ തനിക്കൊപ്പം ഡേറ്റിന് വരുമായിരുന്നു. അന്ന് നിഷ്കളങ്കത കൊണ്ട് അവൻ്റെ മനസ്സിലിട്ട് പറയാൻ കഴിഞ്ഞിരുന്നില്ല. സ്നേഹം കൊണ്ട് അവൻ്റെ മനസ്സ് കീഴടക്കാൻ പറ്റുമെന്നാണെന്ന് വിചാരിച്ചിരുന്നത്. ഇപ്പോഴാണ് അതിൻ്റെ കള്ളത്തരമൊക്കെ മനസ്സിലാകുന്നത് എന്നൊക്കെ ആ ഫ്രണ്ട് അവരോട് പറയുന്നു. തൻ്റെ എക്സ് ഇത്രയ്ക്ക് ഫ്രോഡായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഷുയി ശരിക്കും വല്ലാതെയാകുന്നുണ്ട്. എന്തായാലും ബാധ ഒഴിഞ്ഞു പോയല്ലോ എന്നോർത്ത് അവൾ സമാധാനിക്കുന്നു. എന്നാലും കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവൾ അതിനെക്കുറിച്ച് പറയാതെ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വന്ന് പറഞ്ഞതിനെ റുവ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഷുയി അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ചിന്തിക്കുന്നില്ല. ഡിജിറ്റൽ മാഗസിൻ എത്രയും പെട്ടെന്ന് വർക്കൗട്ട് ആക്കാൻ എന്താണ് വഴിയെന്നാണ് അവൾ ആലോചിച്ചത്. അതിനാദ്യം ഷിയാൻ്റെ മനസ്സ് കീഴടക്കുകയാണ് വേണ്ടതെന്ന് റുവ പറഞ്ഞപ്പോൾ രണ്ടും ഞാൻ ഒരേപോലെ സാധിക്കും എന്നവൾ ആത്മവിശ്വാസത്തോടെ പറയുന്നു. അതേ കോൺഫിഡൻസോടെ തന്നെ എന്നെ പിക്ക് ചെയ്യാൻ വരാമോ, എനിക്കിതിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ ഷിയാന് മെസ്സേജ് അയക്കുന്നു. ഷിയാൻ ബ്രൂസുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞ് തിരികെ വരുന്ന സമയം വരുന്നത്. അവൻ മെസ്സേജ് കണ്ടെങ്കിലും റിപ്ലൈ നൽകുന്നില്ല. വണ്ടി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ റോഡ് സൈഡിൽ ഷിയും റുവയും കൂടി ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നവൻ കാണുന്നു. അവനോട് പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞ് അവൾ മെസ്സേജ് അയച്ചതിനെക്കുറിച്ച് റുവ ചോദിച്ചപ്പോൾ അവൻ ഈ മെസ്സേജ് വായിക്കാൻ പോലും പോകുന്നില്ല. പിന്നെയല്ലേ വരുന്നതെന്ന് ഷുയി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ്റെ വണ്ടി അവൾക്ക് മുന്നിൽ കൊണ്ട് നിർത്തിയത്. രണ്ടുപേരും ശരിക്കും ഷോക്കാകുന്നു. എന്തായാലും രണ്ടുപേരും കൂടി വണ്ടിയിൽ കയറുന്നുണ്ട്. അകത്ത് കയറിയപ്പോഴും അവൻ വന്നതിൻ്റെ ഷോക്ക് ഷുയിക്ക് മാറിയിരുന്നില്ല. എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്നറിയാതെ കുറച്ചു നേരം കൺഫ്യൂഷനായിരുന്ന ശേഷം അവൻ എങ്ങനെ ആ വഴി വന്നു എന്നവൾ ചോദിക്കുന്നു. മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി വന്നതാണെന്ന് അവൻ പറഞ്ഞപ്പോൾ അല്ലെങ്കിലും എന്നെ വിളിക്കാൻ വേണ്ടി വരില്ല എന്ന് എനിക്കറിയാം എന്നവൾ പറയുന്നുണ്ട്. പിന്നെയും കുറച്ചു നേരം എല്ലാവരും സൈലൻസ് ആയിരിക്കുന്നു. സംസാരിക്കാൻ ടോപ്പിക്കൊന്നും കിട്ടാത്തത് കൊണ്ട് ഇന്ന് അസിസ്റ്റന്റ് വന്നില്ലേ, അവന് ഓഫീസിൽ നിന്ന് തിരക്കുള്ളത് കൊണ്ടാണോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. വിളിച്ചു വരുത്തി വണ്ടിയിൽ കയറി നിന്നിട്ട് അവൾ മറ്റൊരുത്തൻ്റെ കാര്യം ചോദിക്കുന്നത് കേട്ടപ്പോൾ അവന് ദേഷ്യം വരുന്നു. കണ്ണാടിയിൽ കൂടി അവൻ്റെ എക്സ്പ്രഷൻ കണ്ട റുവയ്ക്ക് അത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അവൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് ഷുയിക്ക് മനസ്സിലാകുന്നില്ല. വണ്ടിക്കുള്ളിൽ വെറുപ്പൊട്ടിരിക്കുന്ന അന്തരീക്ഷം കാരണം റുവ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ വണ്ടി നിർത്തിച്ചിട്ട് വഴിയിൽ ഇറങ്ങുന്നു. പക്ഷെ അവൾക്കൊപ്പം തന്നെ ഷുയിയും ഇറങ്ങുന്നുണ്ട്. വണ്ടി വിട്ടുപോയ ശേഷമാണ് റുവ അവളെ കണ്ടത്. നീ എന്തിനാണ് ഇറങ്ങിയത്? നിങ്ങൾക്ക് സംസാരിക്കാൻ കുറച്ച് സ്പേസ് നൽകാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത് എന്നവൾ പറഞ്ഞപ്പോൾ നീ ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഞാനും ഇറങ്ങി. അല്ലെങ്കിൽ തന്നെ അവൻ്റെ മുഖം കണ്ടില്ലേ, എന്തിനാണ് ദേഷ്യപ്പെടുന്നത് പോലും മനസ്സിലാകുന്നില്ലെന്നൊക്കെ ഷുയി പറയുന്നു. അവൻ്റെ മുന്നിൽ വെച്ച് നീ മറ്റൊരിൻ്റെ കാര്യം ചോദിക്കുന്നത് കേട്ടപ്പോഴുണ്ടായ അസൂയ കാരണമാണ് അവൻ ദേഷ്യപ്പെട്ടത്. അതുപോലെ നിനക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെയാണെങ്കിൽ 10 വർഷം കഴിഞ്ഞാലും നീ അവൻ്റെ മനസ്സ് കീഴടക്കാൻ പോകുന്നില്ല എന്ന് റുവ പറയുന്നു. പക്ഷെ അവൻ അസൂയ കാരണമാണ് ദേഷ്യപ്പെട്ടതെന്ന് അവൾക്ക് വിശ്വാസം വരുന്നില്ല. അവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഓഫീസിൽ എന്തോ കാര്യം പറയാൻ അസിസ്റ്റന്റ് അവൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. പക്ഷെ നേരത്തെ ഷുയി അവനെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതിൻ്റെ ദേഷ്യം കാരണം ഷിയാൻ ഒരു കാരണവുമില്ലാതെ അവൻ്റെ ദേഷ്യപ്പെട്ടാണ് ഫോൺ കട്ട് ചെയ്തത്. ഷിയാൻ എന്തിനാണ് തന്നെ ദേഷ്യപ്പെടുന്നത് പോലും അസിസ്റ്റന്റ് മനസ്സിലാകുന്നില്ല. നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാൻ വയ്യ, എങ്കിലും ഫോണിലൂടെ എത്ര താഴ്ന്ന ലെവലിലും ചാറ്റ് ചെയ്യാൻ ഷുയിക്ക് ഒരു മടിയുമില്ല. അവൾ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഷിയാന് മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നു. കൂടുതൽ നേരത്തെ അസൂയ കാരണമാണ് ദേഷ്യപ്പെട്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഷിയാൻ പതിവ് പോലെ തന്നെ എല്ലാം വായിക്കുന്നുണ്ട്. പക്ഷെ ഒന്നിന് റിപ്ലൈ നൽകുന്നില്ല. അവസാനം അസൂയ കാരണമാണോ എന്ന് ചോദിച്ചപ്പോൾ മാത്രം അവൻ വല്ലാതെ ചമ്മൽ ഫീൽ ചെയ്യുന്നു. നിനക്ക് ഇഷ്ടം പോലെ ഫ്രീ ടൈം ഉണ്ടോ? എനിക്കും ഇഷ്ടം പോലെ ഫ്രീ ടൈം ഉണ്ട് എന്നവൻ മെസ്സേജ് അയക്കുന്നു. പക്ഷെ അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നില്ല. റുവയെ കാണിച്ചപ്പോൾ അവൾക്കും അറിയില്ല. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അവന് മെസ്സേജ് അയക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് റുവ ഉപദേശിക്കുന്നു.
ഷീ പിന്നെയും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ട് മെസ്സേജ് അയക്കേണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ച് അവൾ ഫോണിൽ പിടിക്കുന്നുണ്ട്. ആ സമയത്ത് അബദ്ധത്തിൽ കൈ പ്രസ്സായി കുറേ അക്ഷരങ്ങൾ അവന് സെൻഡ് ആക്കുന്നു. ഷീൻ അപ്പോൾ തന്നെ ഇത് കാണുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് അവന് മനസ്സിലാക്കുന്നില്ല. ഇതെന്തായാലും നന്നായി. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ആലോചിച്ച് അവന് കുറേ ദിവസം തല പുകച്ചോളും. ഇന്ന് രാത്രി അവന് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. അബദ്ധത്തിൽ ടൈപ്പ് ചെയ്താണെന്ന് നീ പറയാൻ പോകണ്ട. അവൻ ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുന്നവരെ അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടെന്നൊക്കെ അവൾ ഉപദേശിച്ചിട്ട് റുവോ ഗുവാൻജിയെ മീറ്റ് ചെയ്യാനായി പോകുന്നു. റുവോ പറഞ്ഞതുപോലെ തന്നെ ഷീ അയച്ചത് ഏതോ സീക്രട്ട് ലവ് കോഡാണെന്ന് കരുതി ഷിയാൻ തല പുകയ്ക്കാൻ തുടങ്ങിയിരുന്നു. പതിവ് സ്ഥലമായി ക്ലബ്ബിൽ വെച്ച് രാത്രി മീറ്റ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു ഗുവാൻജി റുവോയോട് നേരത്തെ ചോദിച്ചിരുന്നത്. അന്ന് വരാൻ പറ്റില്ല എന്ന് അവൾ പറഞ്ഞത് കാരണം ഷിയെ ക്ലബ്ബിൽ പോകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അവളെയും കൊണ്ടാണ് ഗുവാൻജി അന്ന് ക്ലബ്ബിലെത്തിയത്. നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന വിവരം ഷിയാൻ അറിഞ്ഞാൽ ഉറപ്പായും എന്നെ കൂടി വഴക്ക് പറയും എന്നവൻ പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ 22 വയസ്സായി, ക്ലബ്ബിലൊക്കെ പോകാനുള്ള പ്രായമായി, മാത്രമല്ല വിദേശത്ത് വെച്ച് ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ അവൾ പറയുന്നു. ഈ സമയത്താണ് ആ കോഡിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഷിയാൻ അവൾക്ക് മെസ്സേജ് അയച്ചു കൊടുത്തത്. അവൾക്കും ഒരു ഐഡിയയും കിട്ടുന്നില്ല. അവളത് അവനെയും കാണിക്കുന്നു. അങ്കിൾ ഈയിടെയായിട്ട് ചെയ്യുന്നതെല്ലാം ആകെ സംശയം ഉണ്ടാക്കുന്നതാണ്, എന്തോ കാര്യമേ പ്രശ്നമുണ്ടെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അബദ്ധത്തിൽ ടൈപ്പായി വന്നതായിരിക്കാനാണ് സാധ്യത എന്ന് ഗുവാൻജി അപ്പോൾ തന്നെ പറയുന്നു. ഈ സമയത്ത് റുവോ ക്ലബിന് പുറത്തുനിന്നു. ഗുവാൻജിയുടെ വണ്ടി പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ട് അവൾ സന്തോഷത്തോടെയാണ് അകത്തേക്ക് കയറി ചെന്നത്. പക്ഷെ അവൻ്റെ ഒപ്പം ഒരു പെണ്ണിരിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ സന്തോഷമൊക്കെ തീരുന്നു. ഷിയെ അവൻ അനിയത്തിയാണെന്നൊന്നും അവൾക്കറിയില്ലല്ലോ. എപ്പോഴും അവൻ്റെ ചുറ്റും ഉണ്ടാകാറുള്ള പെണ്ണുങ്ങളെ പോലെ ആരെങ്കിലും ആയിരിക്കാനാണ് സാധ്യത എന്ന് വിചാരിച്ച് അവൾ അവൻ്റെ അടുത്തേക്ക് പോകാതെ മാറിയിരിക്കുന്നു. ഷിയാന് ആ കോഡിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു സമാധാനം കിട്ടാഞ്ഞിട്ട് അവൻ ഗുവാൻജിയെ വിളിക്കുന്നു. ഷിയയ്ക്കൊപ്പം ക്ലബ്ബിലാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഗുവാൻജി പുറത്തേക്ക് ഇറങ്ങുന്നതാണ് സംസാരിച്ചത്. ഷിയെ തനിച്ചിരിക്കുന്ന കണ്ട് ഒരുത്തൻ അവളുടെ അടുത്ത് വന്നിട്ട് ശല്യം ചെയ്യാൻ തുടങ്ങുന്നു. അവളുടെ ഫോൺ നമ്പർ ആവശ്യപ്പെട്ടാണ് ശല്യപ്പെടുത്തുന്നത്. ഷിയെ ഒഴിഞ്ഞു മറന്ന് നോക്കുന്നുണ്ടെങ്കിലും അവന് പോകാൻ യാതൊരു ഉദ്ദേശവുമില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവൾക്ക് വലിയ പിടിയുമില്ല. റുവോ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അയാൾ പരിധി വിടുമെന്ന് തോന്നിയ സമയത്ത് അവൾ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്ന് അവൾ തന്റെ അനിയത്തിയാണെന്ന രീതിയിൽ സംസാരിക്കുന്നു. നിനക്കൊരു ഫോൺ നമ്പറില്ലേ ആവശ്യം, എന്റെ നമ്പർ നൽകാം, ചാറ്റ് ചെയ്യാൻ അവളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് എനിക്കാണെന്ന് പറഞ്ഞ് റുവോ ഒരു നമ്പരും പറഞ്ഞു കൊടുക്കുന്നു. നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് അയാൾ എഴുന്നേറ്റ് പോകുന്നുണ്ട്. സഹായിച്ചതിന് ഷിയ അവൾക്ക് താങ്ക്സ് പറയുന്നു. നമ്പർ കൊടുത്ത കാരണം അയാൾ ഇനി ശല്യപ്പെടുത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ഒരു നോട്ടീസിൽ പോലീസിന്റെ നമ്പർ റുവോ കാണിച്ചു കൊടുക്കുന്നു. അതാണ് അവൾ പറഞ്ഞു കൊടുത്തത്. അവസരത്തിനുള്ള അവളുടെ ബുദ്ധിയും സാമർത്ഥ്യവും ഒക്കെ ഷിയയ്ക്ക് ശരിയും ഇഷ്ടപ്പെടുന്നുണ്ട്. ക്ലബ്ബിൽ നിൽക്കുകയാണെന്ന് ഷിയാൻ മനസ്സിലാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഗുവാൻജി അധിക സമയം അവനോട് സംസാരിക്കാതെ പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് തിരികെ ചെല്ലുന്നു. അപ്പോഴേക്കും റുവോ അവളുടെ അടുത്ത് നിന്നും പോയി കഴിഞ്ഞിരുന്നു. ഒരാൾ തന്നെ ശല്യപ്പെടുത്തിയതും വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ലേഡി സഹായത്തിനെത്തിയതും ഒക്കെ ഷിയ അവന് പറഞ്ഞു കൊടുക്കുന്നു. റുവോ എനിക്ക് സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് അവൾ വന്നിട്ടുണ്ടെന്ന് അവൻ അറിയുന്നത്. പക്ഷെ അപ്പോഴേക്കും റുവോ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. ഞാനിപ്പോൾ വരാമെന്ന് ഷിയയോട് പറഞ്ഞിട്ട് അവനും അവൾക്ക് പുറകെ പോകുന്നു. റുവോ പുറത്ത് വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. നീ വന്നിട്ട് എന്നോട് എന്താണ് ഉണ്ടായിരുന്നത് എന്നവൻ ചോദിച്ചപ്പോൾ നിന്റെ കൂടെ വേറെ ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ശല്യപ്പെടുത്തായിരുന്നെന്ന് അവൾ പറഞ്ഞു. ഷിയ നിന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടു, നമുക്ക് ഒരുമിച്ച് ഒരു ഡ്രിങ്ക് കഴിച്ചാലോ എന്നവൻ ചോദിച്ചെങ്കിലും അവൾ ഒഴിഞ്ഞു മാറുന്നു. ഷിയ തീരെ ചെറുപ്പമാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും അവൾക്ക് വലിയ പരിചയമില്ല. എന്തായാലും അവളെ സഹായിച്ചത് നന്നായി എന്ന് അവൻ പറയുന്നുണ്ട്. എനിക്കും അവളെ ശരിക്കും ഇഷ്ടപ്പെട്ടു, അവൾ നല്ല ക്യൂട്ടാണെന്നും റുവോയും പറയുന്നു. പക്ഷെ അവൻ അവളെക്കുറിച്ച് നല്ലത് പറയുന്നത് കേട്ടപ്പോൾ റുവോയ്ക്ക് ആകെ മൂഡ് ഓഫ് ആകുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരു ദിവസം ഒരുമിച്ച് ഡ്രിങ്ക് കഴിക്കാം, ഇന്നെനിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങുന്നു. അവൻ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അവളുടെ മറ്റൊരു ഫ്രണ്ട് അവൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് അവളെ വിളിച്ചത്. അവനെ ഒഴിവാക്കാൻ വേണ്ടി വേഗം അവൾ അയാൾക്കൊപ്പം വണ്ടിയിൽ കയറി പോകുന്നു. അവൾ മറ്റൊരുത്തിനൊപ്പം കയറി പോകുന്നത് അവനും ഫീൽ ചെയ്യുന്നു. റുവയെ കൊണ്ടുപോയി അവൾ ഒരുമിച്ച് മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി ഡ്രിങ്ക്സ് കഴിക്കാൻ അവളെ ക്ഷണിക്കുന്നുണ്ടെങ്കിലും ഇന്ന് നല്ല സുഖമില്ല, എന്നെ വഴിയിൽ എവിടെയെങ്കിലും ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. ഗുവാൻജി മറ്റൊരു പെണ്ണിനോട് താല്പര്യം കാണിച്ചത് അവളെ ശരിക്കും നെഗറ്റീവായി ബാധിച്ചിരുന്നു. ഷിയാൻ രാത്രി ഒരുപാട് സമയം സീക്രട്ട് ലവ് കോഡിന്റെ മീനിങ് എന്താണെന്ന് ആലോചിച്ച് തലപോച്ചിരുന്നല്ലാതെ അവളോട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. അവൻ എന്തെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് നോക്കി അവളും ഫോൺ കുറേ സമയം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് മെസ്സേജ് അയക്കേണ്ടതെന്ന് റുവോ പറഞ്ഞത് കാരണം അവളും മെസ്സേജ് അയക്കുന്നില്ല. ഷിയാന്റെ ഇന്റർവ്യൂ അടുത്ത ദിവസം മാഗസിനിൽ പബ്ലിഷ് ആകുന്നു. അതോടൊപ്പം തന്നെ ലിയാൻ ടെക്നോളജിയിലെ ഷെന്റെ ഇന്റർവ്യൂവും ഉണ്ടായിരുന്നു. അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെ ഷിയാൻ ലിയാൻ ടെക്നോളജി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എതിർത്തിരുന്ന അവന്റെ കമ്പനിയിലെ മുതിർന്ന 2 മാനേജർമാർ അവനെ വന്ന് കണ്ട് സംസാരിക്കുന്നു. അവന്റെ അച്ഛന്റെ സുഹൃത്തുക്കളും കൂടിയാണ് അവർ. അവൻ ലിയാൻ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ഇപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂട്ടത്തിൽ തന്നെ മറ്റേ കമ്പനിയിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്തതിനെ കുറിച്ച് അവർ ഇപ്പോഴും സംസാരിക്കുന്നു. പക്ഷേ യങ്സ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുകയാണ് തന്റെ ഉദ്ദേശം, അതുകൊണ്ട് ലിയാൻ ടെക്നോളജിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഷിയാൻ ഇപ്പോഴും പറയുന്നു. കമ്പനിയുടെ CEO അവനായതുകൊണ്ട് ഫൈനൽ തീരുമാനമെടുക്കുന്ന അവകാശം അവന് തന്നെയാണ് എന്ന് കുറച്ച് ഇഷ്ടത്തോടെ പറഞ്ഞിട്ടാണ് അവർ പോയത്. അവൻ പക്ഷേ അത് അത്ര കാര്യമാക്കുന്നില്ല. മീറ്റ് ചെയ്യാൻ പെർമിഷൻ നൽകിയതനുസരിച്ച് അടുത്ത ദിവസം ഷുയി അവൻ പഠിപ്പിക്കുന്ന കോളേജ് ക്യാമ്പസിൽ ചെന്ന് അവനെ കാണുന്നു. വിദേശത്തെ നല്ല ജോലി കളഞ്ഞിട്ട് അവൻ ചൈനയിലേക്ക് തിരിച്ചു വരാനുണ്ടായ കാരണത്തെപ്പറ്റി ചോദിച്ചറിയുന്ന രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ ആണ് അവൾ ആ സമയത്ത് നടത്തിയത്. സംസാരിക്കുന്നതിനിടയിൽ രണ്ടുപേർക്കും ഒരേപോലെയുള്ള പല താല്പര്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനിടയിലാണ് അവളുടെ അമ്മ അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അടുത്തിടെയായി അവൾ എപ്പോഴും തിരക്കായിരിക്കുന്നതിനെ കുറ്റപ്പെടുത്തിയതും ഇങ്ങനെ ജോലി മാത്രം ശ്രദ്ധിക്കാതെ ലവ് ലൈഫ് കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചും ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പരാതി പറഞ്ഞതൊക്കെ. അവൻ മുന്നിലിരിക്കുന്നത് കാരണം അവൾ പെട്ടെന്ന് ഫോൺ വെക്കുന്നുണ്ടെങ്കിൽ അമ്മ വിവാഹത്തിന് അവൾ നിർബന്ധിക്കുകയാണെന്ന് അവനും മനസ്സിലാക്കുന്നു. എൻ്റെ അമ്മയും ഇതേപോലെ തന്നെയാണ്, എന്നെയും ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അവനും പറയുന്നു. കുറച്ചുകൂടി വിശദമായ ഒരു ഇന്റർവ്യൂ അവനുമായി നടത്തിക്കൊള്ളാമെന്ന് അവൾക്ക് താല്പര്യം പറഞ്ഞപ്പോൾ അവൻ അതിന് സമ്മതം പറയുന്നുണ്ട്. അതിന് മുന്നോടിയായി അവൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് ലഭിക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞ് അടുത്തന്നെ നടക്കാൻ പോകുന്ന ഗുവാൻജിയുടെ കമ്പനിയുടെ പ്രസ് മീറ്റിലേക്ക് അവൻ അവളെ ക്ഷണിക്കുന്നുണ്ട്. ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ നൽകുന്നു. അങ്ങനെ ഇൻവിറ്റേഷൻ എല്ലാവർക്കും ലഭിക്കാത്തത് കൊണ്ട് ഷേയ്ക്ക് ശരിക്കും സന്തോഷമാകുന്നുണ്ട്. അവൾക്ക് ഇൻവിറ്റേഷൻ കിട്ടി വിവരം പറഞ്ഞ് യുലിങ്ങിനും അവളുടെ അസിസ്റ്റന്റിനും അസൂയ സഹിക്കാൻ കഴിയുന്നില്ല. ഇത്തവണ ആരെമയക്കാണോ അവൾ ഇൻവിറ്റേഷൻ ഒപ്പിച്ചത്. ബാക്കിയുള്ളവരുടെ ചാൻസ് കൂടി അവൾ തട്ടിയെടുക്കുകയാണല്ലോ. ചിലപ്പോൾ ഷിയാനായിരിക്കും അവൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തതെന്നൊക്കെ അസിസ്റ്റന്റ് യുലിങ്ങിന്റെ അടുത്ത് നിന്ന് പറയുന്നു. യുലിങ്ങിന്
ഇതൊക്കെ കേട്ടപ്പോൾ ആകെ അസൂയയും ദേഷ്യവും കയറുന്നുണ്ട്. ഷുയി ഇൻവിറ്റേഷൻ കാർഡ് നോക്കിയ ശേഷം അത് മേശപ്പുറത്ത് വെച്ചിട്ട് കുറെ വേസ്റ്റ് പേപ്പറുകൾ ഷ്രെഡ് ചെയ്ത് കളയാനായി ഷിയെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു. ഷിയെ അത് എടുത്തുകൊണ്ട് പോകുന്ന വഴി അബദ്ധത്തിൽ യുലിങ്ങിനുമായി കൂട്ടിമുട്ടി അവളുടെ കയ്യിലിരുന്ന പേപ്പറൊക്കെ താഴെ വീഴുന്നുണ്ട്. ഷിയെ താഴെ ഇരുന്നത് പെറുക്കിയെടുക്കുന്നത് കണ്ടപ്പോൾ കീറിക്കളയാൻ കൊണ്ടുപോകുന്നതാണെന്ന് യുലിങ്ങിന് മനസ്സിലാക്കുന്നു. ഷിയെ അതെല്ലാം പെറുക്കിയെടുത്ത് കൊണ്ടുപോയി ഷ്രെഡ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും യുലിങ്ങിന്റെ കീഴിലുള്ള ഇന്ത്യൻ അവരുടെ കുറെ പേപ്പറുകൾ ഷ്രെഡ് കളയാനായി അവിടേക്ക് വരുന്നു. ഷിയയുടെ കൈവശം ഒരുപാട് ഉണ്ടായിരുന്നുകൊണ്ട് അത് ചെയ്ത് കഴിയാൻ കുറെ സമയമെടുക്കും. അത് കഴിയുമ്പോൾ ഇത് കൂടി ചെയ്തേക്കാം, അവിടെ വെച്ചിട്ട് പൊയ്ക്കോളാൻ അവൾ ബെയറിനോട് പറയുന്നു. ബെയർ കൊണ്ടുവച്ച പേപ്പറുകൾ കൂട്ടത്തിൽ ഷുയിക്ക് കിട്ടിയ ചുവന്ന കളറിലുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ കൂടി മുറിഞ്ഞു വീഴുന്നത് കാണിക്കുന്നുണ്ട്. ഷുയി തിരികെ സീറ്റിലെത്തിയപ്പോൾ ഇൻവിറ്റേഷൻ കാർഡ് മേശപ്പുറത്തുണ്ടായിരുന്നില്ല. ഞാൻ ആരെ ഇന്റർവ്യൂ ചെയ്യാനായി പുറത്ത് പോയിട്ട് തിരികെ എത്തിയതേ ഉള്ളൂ, അതുകൊണ്ട് അവൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയിട്ട് അപ്പോഴേക്കും ഷിയയും തിരിച്ചെത്തിയിരുന്നു. അവളോട് ചോദിച്ചപ്പോൾ അവളും കാർഡ് കണ്ടില്ല. സംശയം തോന്നി ഷുയി ഷ്രെഡറിനുള്ളിൽ തിരിഞ്ഞപ്പോൾ കീറിക്കിടക്കുന്ന പേപ്പറുകളുടെ കൂട്ടത്തിൽ ഇൻവിറ്റേഷൻ കാർഡും കീറിക്കിടക്കുന്നത് കാണുന്നു. അപ്പോഴേക്കും എല്ലാവരും വിവരം പറഞ്ഞ് അവൾക്ക് ചുറ്റും കൂടുന്നുണ്ട്. ഷിയെ അബദ്ധത്തിൽ എടുത്തുകൊണ്ട് പോയി അത് കീറിക്കളഞ്ഞാണെന്ന രീതിയിൽ യുലിങ്ങും അസ്റ്റിനും കൂടി അവളെ പരിഹസിക്കുന്നു. ഞാനല്ല അത് ചെയ്തത്, ഞാൻ കൊണ്ടുപോയ പേപ്പറുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഷിയെ പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ അത് കൈയും കാലും വെച്ച് നടന്ന് അവിടെ പോയതായിരിക്കും എന്ന് പറഞ്ഞ് അവർ വീണ്ടും അവളെ കളിയാക്കുന്നു. ഇതിനിടെ ഇൻവിറ്റേഷൻ കാർഡുമായി മിക്സ് ചെയ്തിരുന്ന പേപ്പറുകൾ യുലിങ്ങിന്റെ ഡിപ്പാർട്ട്മെന്റേതാണെന്ന് ഷുയിക്ക് മനസ്സിലാകുന്നു. ഇതിലെങ്കിലും എനിക്ക് പ്രസ് കോൺഫറൻസിന് കാര്യം പറ്റാൻ സാധിക്കും, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞ് അവൾ ഷിയെ സമാധാനിപ്പിക്കുന്നു. അപ്പോഴേക്കും യുലിങ് സ്ഥലം വിടാൻ തുടങ്ങുന്നതാണെങ്കിലും അവളുടെ ഡിപ്പാർട്ട്മെന്റിലെ പേപ്പറുകൾ ഇൻവിറ്റേഷൻ കാർഡുമായി മിക്സായി കിടക്കുന്ന വിവരം ഷുയി പറയുന്നു. അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലെന്നൊക്കെ പറഞ്ഞ് യുലിങ് ആദ്യം ഉരുണ്ട് കളിക്കുന്നുണ്ടെങ്കിലും അവസാനം കുറ്റം ബേറുടെ തലയിൽ വെച്ചു കൊടുക്കുന്നു. യുലിങ്ങിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി വേറെ കുറ്റം ഏറ്റെടുക്കേണ്ടി വരുന്നു. ഷുയി അത് മനസ്സിലാക്കുന്നുണ്ട്. നീ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം, എന്തായാലും മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ കുറ്റം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഇന്നത്തെ സംഭവത്തോടെങ്കിലും പഠിച്ചോണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. യുലിങ് ശരിക്കും ചമ്മുന്നുണ്ട്. ഷുയി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത രീതി ഷിയയ്ക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നു. ഷിയാന്റെ ഇന്റർവ്യൂ ഷുയി ഡിജിറ്റൽ മാഗസിനും പബ്ലിഷ് ചെയ്തിരുന്നു. അതിന് നല്ല രീതിയിൽ പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടിയുള്ള അസൂയ കാരണമായിരിക്കണം യുലിങ് ഇങ്ങനെ അതിരുവിട്ട് പെരുമാറുന്നത്. എന്തായാലും ഷിയാനെ വിളിച്ച് നന്ദി പറയാൻ മറക്കരുതെന്നൊക്കെ ഞാൻ ഷിയോട് പറയുന്നു. റുവ പറഞ്ഞതിന് ശേഷം അവൾ ഇതുവരെ ഷിയാന് മെസ്സേജ് അയച്ചിട്ടില്ല. അവൻ ഇങ്ങോട്ടേക്ക് അയക്കുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന് അവളുടെ ക്ഷമ നശിച്ചു തുടങ്ങിയിരിക്കുന്നു. ഡിജിറ്റൽ മാഗസിനിലെ ഇന്റർവ്യൂ ലിങ്ക് അവൾ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. പക്ഷേ ഷിയാൻ തന്നെ ഫ്രണ്ടായി ആഡ് ചെയ്തിട്ടില്ലാത്തതിനാൽ അവനത് കാണുന്നില്ലല്ലോ എന്നവൾ ചിന്തിക്കുന്നു. യു അത് ലൈക്ക് ചെയ്തിരിക്കുന്നതും അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. മാഗസിനിൽ വന്ന ഇന്റർവ്യൂ വായിച്ചു കഴിഞ്ഞപ്പോൾ ഷിയാനും അവളെ ഒന്ന് വിളിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെങ്കിലും അവൻ വിളിക്കുന്നില്ല. അപ്പോഴാണ് ഡിജിറ്റൽ ഇന്റർവ്യൂവിന്റെ ലിങ്ക് ആരും അവൻ അയച്ചു കൊടുത്തത്. നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. അവനും അത് സ്റ്റാറ്റസ് ഇടുന്നെങ്കിലും അവൾക്ക് കാണാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. അന്ന് അവൻ ഓഫീസിൽ നിന്ന് ചെല്ലുമ്പോൾ ഷിയെ ഗുവാഞ്ചിയെ വിളിച്ച് പ്രസ് കോൺഫറൻസിനുള്ള ഇൻവിറ്റേഷൻ കാർഡ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷുയിക്ക് വേണ്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ പറഞ്ഞിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അല്ലെന്നറിഞ്ഞപ്പോൾ നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുന്നതെന്ന് ചോദിച്ച് അവൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോകുന്നു. എന്തിനാണ് അവൻ ദേഷ്യപ്പെടുന്ന അവൾക്ക് മനസ്സിലാകുന്നില്ല. അടുത്ത ദിവസം ഷുയി ഓഫീസിൽ ചെന്നപ്പോൾ മേശപ്പുറത്തിരിക്കുന്ന ഇൻവിറ്റേഷൻ കാർഡ് കാണുന്നു. ഷിയെയാണ് അത് സംഘടിപ്പിച്ചതെന്ന് അറിഞ്ഞപ്പോൾ അവൾ ശരിക്കും അത്ഭുതപ്പെടുന്നു. ഗുവാഞ്ചി വഴിയാണ് അത് കിട്ടിയത് എന്ന് ഷിയെ പറയുന്നില്ല. പരിചയമുള്ള ചിലർ അവിടുത്തെ ഓഫീസിലുണ്ടായിരുന്നു, അങ്ങനെ കിട്ടിയതാണെന്ന് അവൾ പറയുന്നു. ഷുയി അവൾക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഷിയ ഒരു ഗിഫ്റ്റ് അവൾക്ക് കൊണ്ട് കൊടുത്തത്. മുമ്പ് അവൾ ലിപ്സ്റ്റിക് തന്നതിന് പകരമാണെന്ന് പറഞ്ഞെങ്കിലും അത്ര വില കൂടി ഗിഫ്റ്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഷുയി അത് വാങ്ങാൻ തയ്യാറാകുന്നില്ല. എന്നോട് നന്ദി കാണിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ജോലി ഏറ്റെടുത്ത് തന്നെ സഹായിക്കുകയാണ് വേണ്ടത് എന്നും അവൾ പറയുന്നു. ജോലിഭാരം കുറഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഷിയ ഇങ്ങനെ ചെയ്യുന്നത്, പക്ഷെ തിരിച്ചാണ് സംഭവിക്കുന്നതെന്ന് മാത്രം. ഷിയ എന്ന് പ്രസ് മീറ്റിന് പോകുന്നുണ്ട്. ഷിയാനും അവിടെ ഉണ്ട്. ഗുവാഞ്ചി സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും റുവയും അവിടെ എത്തുന്നു. ഷിയുടെ അടുത്ത് തന്നെയാണ് അവൾ ചെന്നിരുന്നത്. ഗുവാഞ്ചി പ്രസ് കോൺഫറൻസിലെ യുവിനെ സ്റ്റേജിലേക്ക് വിളിച്ച് പരിചയപ്പെടുന്നുണ്ട്. കാഴ്ചയിൽ രണ്ടുപേരും സുന്ദരന്മാരായതുകൊണ്ട് കാണാൻ കൂടുതൽ നല്ലത് ആരെയാണെന്ന് റുവോ തമാശയ്ക്ക് ഷിയോട് ചോദിക്കുന്നുണ്ട്. ഷിയാനെ കൂടി കമ്പയർ ചെയ്താണ് അവളോട് ചോദിച്ചത്. ഷിയാൻ മുന്നിലിരിക്കുന്നത് ഷുയി കണ്ടിരുന്നില്ല. കാണാൻ സുന്ദരനാണെങ്കിൽ സ്വഭാവം വളരെ മോശമാണെന്ന രീതിയിൽ അവൾ പരാതി പറയുന്നുണ്ട്. ആരോ കുറ്റം പറയുന്നത് ഫീൽ ചെയ്തതുപോലെ ഷിയാൻ മുന്നിലിരുന്ന് തുമ്മുന്നു. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി അവൻ ഷുയി പുറകിലിരിക്കുന്ന കണ്ടിരുന്നു. അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്ന സമയത്ത് അവളുടെ അടുത്ത് ചെന്ന് ഒരു സെക്കൻഡ് നിന്നിട്ടാണ് പോയത്. പക്ഷെ മറ്റെന്തോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവൾ അവനെ കാണുന്നില്ല. മീറ്റിംഗ് കഴിഞ്ഞ് അവൾ യുവിനെ കാണുന്നുണ്ട്. അവൻ തന്ന ഇൻവിറ്റേഷൻ കാർഡ് നഷ്ടപ്പെട്ടു പോയ വിവരം അവൾ സൂചിപ്പിക്കുന്നു. എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നും വിശദമായി പറയുന്നില്ല. ഒന്നുകൂടി കോൺടാക്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ കൂടി നൽകുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ റുവ അവളുടെ അടുത്തേക്ക് വരുന്നു. അവൾ ഫ്രണ്ടാണെന്ന് ഷുയി പരിചയപ്പെടുത്തുന്നുണ്ട്. റുവയുടെ ജോലിയെ പറ്റി ഇതുവരെ പറഞ്ഞിരുന്നില്ല. അവളും ഒരു ചാനലിലെ ജേർണലിസ്റ്റാണ്. അങ്ങനെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവർ സംസാരിച്ച് നിൽക്കുമ്പോൾ ഗുവാഞ്ചി അവർക്കരികിലേക്ക് വരുന്നു. യു ഷുയെ അവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. റുവോയും അവനും ആദ്യമായി കണ്ട പോലെ അവർക്ക് മുന്നിൽ വെച്ച് പരിചയപ്പെടുന്നു. അവനൊരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എടുത്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് റുവോ താല്പര്യം പറഞ്ഞപ്പോൾ അവനത് സമ്മതിച്ചു കൂടെ ചെല്ലുന്നു. ഷുയും യുവും അവരെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൻ്റെ അമ്മ അവനെ വിളിക്കുന്നു. മുമ്പ് അവർ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് അവളുടെ അമ്മ വിളിച്ചിട്ട് അവളെ ഡേറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞ് നിർബന്ധിച്ചതുപോലെ അവൻ്റെ അമ്മയും അവനെ നിർബന്ധിക്കുന്നുണ്ട്. അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ മകളുമായി ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഫോൺ വെച്ചത്. അവൻ ഇതിനെക്കുറിച്ച് അവളോടും പറയുന്നു. കഴിഞ്ഞ തവണ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് എൻ്റെ അമ്മ വിളിച്ചപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ മകനുമായി മീറ്റ് ചെയ്യാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് അമ്മയും പറയുന്നത് എന്ന് അവളും പറയുന്നുണ്ട്. യുവിനെ വേറെ ആരൊക്കെയോ അന്വേഷിക്കുന്നതിനാൽ അവൻ അവിടെ നിന്ന് പോകേണ്ടി വരുന്നുണ്ട്. തനിച്ച് നിൽക്കുമ്പോഴാണ് കുറച്ചപ്പുറത്ത് ഷിയാൻ നിൽക്കുന്നത് ഷുയി കണ്ടത്. നേരത്തെ അടുത്തുകൂടി പാസ് ചെയ്ത് പോയത് അവനായിരുന്നു എന്ന് അവൾക്ക് സംശയം തോന്നുന്നു. താൻ പറയുന്നത് വല്ലതും അവൻ കേട്ട് കാണുമോ എന്ന് അവൾ പേടിക്കുന്നുണ്ട്. അപ്പോഴേക്ക് റുവോ ഇന്റർവ്യൂ കഴിഞ്ഞെത്തുന്നു. ഡിന്നർ കഴിഞ്ഞ് പോകാമെന്ന് റുവോ പറഞ്ഞെങ്കിലും ഷിയാനെ ഫേസ് ചെയ്യേണ്ടി വന്നാലെന്നോർത്ത് അവൾ വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. ഓഫീസിലേക്ക് ചെന്നവൾ പിന്നെയും എന്തൊക്കെ വർക്കുകൾ നടത്തുന്നുണ്ട്. അവളുടെ സഹായത്തിന് ഷെയും അവിടെയുണ്ട്. യുവിൻ്റെ ഇന്റർവ്യൂ കേട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ റെഡിയാക്കാൻ ഷുയി അവളെ ഏൽപ്പിച്ചിരിക്കുകയാണ്.
യുവിന്റെ ശബ്ദം അവൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നു. ഈ ശബ്ദത്തിന്റെ ഉടമ കാണാൻ എങ്ങനെയായിരിക്കുമെന്നറിയാൻ അവൾക്ക് നല്ല ആകാംക്ഷ തോന്നുന്നുണ്ട്. താൻ ഷിയാന്റെ കുറ്റം പറഞ്ഞത് അവൻ കേട്ട് കാണുമെന്നുള്ള സംശയത്തിലായിരുന്നു ഷീ എപ്പോഴും. സംശയം തീർക്കാൻ അവന് മെസ്സേജ് അയച്ചു നോക്കാൻ അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ശീതസമരം അവസാനിപ്പിച്ച് അവൾ അവന് മെസ്സേജ് അയക്കുന്നു. എന്തായാലും സീരിയസ് ആയിട്ടുള്ള മെസ്സേജിനൊന്നും അവൻ റിപ്ലൈ നൽകില്ല. എങ്കിൽ പിന്നെ തമാശയായിട്ടുള്ള കാര്യങ്ങൾ അയക്കാമെന്ന് കരുതി അങ്ങനെയുള്ള മെസ്സേജുകളാണ് അവൾ അയച്ചത്. കോൺഫറൻസിന് ശേഷമുള്ള പാർട്ടി നടക്കുന്ന സ്ഥലത്തായിരുന്നു അവനപ്പോൾ. യുവും തൊട്ടിട്ട് തന്നെയുണ്ട്. ഷിയാൻ ബ്രൂസുമായി സംസാരിച്ചതിന് ശേഷം അയാൾ ലിയാൻ ടെക്നോളജിയിൽ സ്റ്റേ ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അതിന് യു അവനെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ മെസ്സേജ് വന്നത്. റിപ്ലൈ നൽകിയില്ലെങ്കിലും അവനത് വായിച്ച് രസിക്കുന്നു. അത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന ഗുവാൻജി എന്താണ് അവൻ വായിച്ച് രസിക്കുന്നതെന്ന് ചോദിച്ചെങ്കിലും അവൻ അതിന് വ്യക്തമായ മറുപടിയും നൽകുന്നില്ല. ഷിയാൻ എന്തായാലും തനിക്ക് റിപ്ലൈ നൽകാൻ പോകുന്നില്ല. എങ്കിൽ പിന്നെ പറയാനുള്ളതൊക്കെ പറയാമെന്ന് കരുതി നീ എന്താണ് എനിക്ക് റിപ്ലൈ നൽകാത്തത്, നിന്റെ ഫോണിലെ ക്യാഷ് തീർന്നു പോയി എന്നൊക്കെ ഷീ ദേഷ്യപ്പെട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ അതിനും റിപ്ലൈ ഒന്നുമില്ല. അവസാനം ദേഷ്യപ്പെട്ടവൾ ഫോൺ താഴെ വെക്കുന്നു. ഷിയ ഈ സമയം ഇന്റർവ്യൂ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിനാൽ ഷീ ദേഷ്യപ്പെടുന്ന അവൾ കേൾക്കുന്നുണ്ട്. പക്ഷെ കാരണം എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. യു ഷിയെ പ്രസ് കോൺഫറൻസിന് പ്രത്യേകം ക്ഷണിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അവർ തമ്മിൽ അടുപ്പത്തിലാണെന്നൊക്കെ ഗുവാൻജി അവനോട് ചോദിക്കുന്നു. അങ്ങനെ പ്രത്യേകിച്ച് അടുപ്പമൊന്നുമില്ല, ഫ്രണ്ട്സ് മാത്രമാണെന്ന് അവൻ പറയുന്നുണ്ട്. അവന്റെ മറുപടി എന്താണെന്നറിയാൻ ഷിയാൻ വളരെ ആകാംക്ഷയോടെയാണ് നിന്നത്. അവർ ഫ്രണ്ട്സ് ആണെന്ന് കേട്ടത് തന്നെ അവനെ അസ്വസ്ഥനാക്കുന്നുണ്ട്. ഗുവാൻജി ഇടയ്ക്കിടെ റൂവ് നിൽക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ തിരിച്ചും. ഷീ രാത്രി വീട്ടിലെത്തിയ സമയത്താണ് ഷിയാൻ അവളുടെ മെസ്സേജിന് റിപ്ലൈ ഇട്ടത്. അത് കണ്ടപ്പോൾ അവനെക്കുറിച്ച് കുറ്റം പറഞ്ഞതൊക്കെ അവൻ കേട്ടു എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. പാർട്ടി കഴിഞ്ഞ് പോകാൻ നിന്ന റുവയെ ഗുവാൻജി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു. റുവ അവന്റെ മുഖത്തേക്ക് തന്നെ കുറേ സമയം സൂക്ഷിച്ചു നോക്കിയിരിക്കുന്നുണ്ട്. രണ്ടുപേരും എപ്പോഴും ക്ലബ്ബിൽ വെച്ചാണല്ലോ മീറ്റ് ചെയ്യാറുള്ളത്. ഇന്ന് ജോലിയുടെ ഭാഗമായി കണ്ടുമുട്ടിയപ്പോൾ രണ്ടുപേർക്കും പരസ്പരം വളരെ അട്രാക്റ്റീവായി തോന്നിയതായി രണ്ടുപേരും പറയുന്നുണ്ട്. അവൻ സജസ്റ്റ് ചെയ്തതനുസരിച്ച് രണ്ടുപേരും കൂടി ഡ്രിങ്ക്സിനായി പോകുന്നു. അവരുടെ പതിവ് സ്ഥലത്ത് തന്നെയാണ് പോയത്. ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ വെച്ച് ആദ്യമായി മീറ്റ് ചെയ്തതിനെ കുറിച്ച് അവൻ ഓർക്കുന്നു. അവിടെ തനിച്ചിരിക്കായിരുന്ന റുവയെ ഗുവാൻജി ആദ്യമേ തന്നെ ശ്രദ്ധിച്ചിരുന്നു. ആ സമയത്താണ് ഒരുത്തൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾക്ക് ഡ്രിങ്ക് ഓഫർ ചെയ്തത്. ഞാൻ വളരെ വില കൂടിയ ഡ്രിങ്ക്സ് മാത്രമേ കഴിക്കാറുള്ളൂ എന്നവൾ പറഞ്ഞപ്പോൾ അയാൾ കൈവശം ഉണ്ടായിരുന്ന കുപ്പി കാണിച്ചിട്ട് ഇത് വളരെ വില കൂടിയതാണ്, വളരെ റെയറായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഒരു ഗ്ലാസ് ഒഴിക്കുന്നു. ആ സമയത്ത് ഗുവാൻജി അവിടെ ചെന്നിട്ട് അയാളുടെ കയ്യിൽ ഇരിക്കുന്ന പോലെയുള്ള ഒരു കുപ്പി തനിക്ക് നൽകാൻ ആവശ്യപ്പെടുന്നു. അതിന്റെ വില എത്രയാണെന്നൊക്കെ ഉറക്കെ ചോദിക്കുന്നുമുണ്ട്. വെറും 580 രൂപ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞപ്പോൾ അതിനെ 10 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴുള്ള 58 രൂപയാണോ നീ എനിക്ക് ഇട്ടിരിക്കുന്ന വില എന്നവൾ വളയ്ക്കാൻ വന്നവനോട് ചോദിക്കുന്നു. അവൻ ചമ്മയോടെ നിന്ന് പോകുന്നുണ്ട്. ആ സംഭവത്തിന് ശേഷം ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആവുകയായിരുന്നു. രണ്ടുപേർക്കും പരസ്പരം നല്ല താല്പര്യമുണ്ടെങ്കിലും അത് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അവിടെ നിന്ന് തിരിച്ചും അവർ ഒരുമിച്ചാണ് പോയത്. വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ അവൾക്ക് സീറ്റ് ബെൽറ്റ് എടുക്കാൻ വേണ്ടി അവൻ മുന്നോട്ടായിരുന്നു. വരവ് കണ്ടപ്പോൾ അവൻ കിസ് ചെയ്യാൻ വരികയാണെന്ന് വിചാരിച്ച് അവൾ കണ്ണുടച്ചിരിക്കുന്നു. അവൻ ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ട് മാറിയപ്പോൾ അവൾ ശരിക്കും ചമ്മുന്നുണ്ട്. ഷിയാന്റെ കമ്പനിയുടെ ആനുവൽ കോൺഫറൻസ് നടക്കാൻ പോവുകയാണ്. അതിന്റെ ഇൻവിറ്റേഷൻ ഷിയുടെ കമ്പനിയിലേക്കും വരുന്നുണ്ട്. തന്റെ പേരിലായിരിക്കും അത് വന്നിരിക്കുന്നതെന്ന് കരുതി അവൾ അത് വാങ്ങാൻ എഴുന്നേറ്റാണ്. പക്ഷേ യുലിങ്ങിന്റെ പേർക്കായിരുന്നു അത് വന്നത്. ഷിയാൻ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കിയതാണെന്ന് ഷീ തെറ്റിദ്ധരിക്കുന്നു. അവളെ അവോയ്ഡ് ചെയ്ത് അവൻ തന്നെ സെലക്ട് ചെയ്തതിൽ യുലിങ് ശരിക്കും സന്തോഷിക്കുന്നുണ്ട്. അതിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ അവൾ ബെയറോട് പറയുന്നു. അങ്കിൾ തന്നോടുള്ള ഇഷ്ടം കൊണ്ട് അവളെ ഒഴിവാക്കിയതായിരിക്കുമെന്ന് ഷിയെ ചിന്തിക്കുന്നു. എന്നാലും ഇതിൽ കൂടിപ്പോയെന്ന അഭിപ്രായമാണ് അവൾക്കും. ഷീ ആകെ നിരാശയായി ചീഫിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഗുവാൻജിയുടെ കമ്പനിയുടെ കോൺഫറൻസ് അവൾ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് ഇത് യുലിങ് അറ്റൻഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. രണ്ടുപേർക്കും ഒരേപോലെ അവസരം നൽകാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് എനിക്ക് സമാധാനിക്കാം എന്നൊക്കെ ചീഫ് പറഞ്ഞെങ്കിലും ഡിജിറ്റൽ മാഗസിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്റർവ്യൂ സീരീസ് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് തനിക്കും പോയാൽ കൊള്ളാമെന്നുണ്ടെന്ന് അവൾ നിർബന്ധം പിടിക്കുന്നു. അവസാനം പോയിക്കോളാൻ ചീഫ് സമ്മതിക്കുന്നു. ഷിയെ കൂടി കൊണ്ടുപോകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ട് അവളെ ട്രെയിൻ ചെയ്യിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അവളെപ്പോലുള്ള റിച്ച് ആയിട്ടുള്ള ഒരാൾക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ട ആവശ്യം എന്താണ്? അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്തുകൊണ്ട് വീട്ടിലിരുന്നാൽ പോരെ. എൻ്റെ കീഴിൽ നിന്ന് അവളെ ഒന്ന് മാറ്റിത്തരണം എന്നൊക്കെ ഷീ ഇപ്പോഴും പറയുന്നു. ഷിയെ ശുദ്ധ മനസ്സുള്ള കൂട്ടത്തിലാണ് എന്ന് നിനക്ക് തോന്നിയില്ലേ? മറ്റൊരാളുടെ കീഴിൽ അവളെ ട്രെയിൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ട്രെയിൻ ചെയ്തെടുത്താൽ അവൾ നന്നായിക്കോളും എന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഒരു പേഴ്സണൽ റിക്വസ്റ്റായി കരുതി ഇത് ചെയ്യണം എന്നൊക്കെ ചീഫ് പറഞ്ഞപ്പോൾ അവൾ സമ്മതിക്കുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് ഷിയയോട് കോൺഫറൻസിന് പോകാൻ വേണ്ട മെറ്റീരിയൽസ് ഒക്കെ റെഡിയാക്കാൻ പറയുന്നു. അവളെയും കൊണ്ടുപോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇൻവിറ്റേഷൻ കിട്ടാതെ എങ്ങനെയാണ് പോകുന്നതെന്ന് ഷിയെ ചോദിക്കുന്നു. അതൊക്കെ ഞാൻ റെഡിയായിക്കോളാം, നീ പോകാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയാൽ മതി എന്നവൾ പറയുന്നു. ഷിയെ ഒഴിഞ്ഞു മാറാൻ പല നമ്പറും മുറക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. ഷീ ചീഫിനെ സ്വാധീനിച്ച് കോൺഫറൻസിന് പോകാൻ പെർമിഷൻ വാങ്ങിച്ചത് യുലിങ്ങിനെയും ഫ്രണ്ടിനെയും ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഷിയാൻ ക്ഷണിച്ചിരിക്കുന്നത് തന്നെയാണ്, അതുകൊണ്ട് അവൾ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാലും അതിന്റെ അത്ര വരില്ല എന്ന് യുലിങ് സമാധാനിക്കുന്നു. ഒരു ഇൻവിറ്റേഷൻ സംഘടിപ്പിച്ച് തരുമെന്ന് ഷീ യുവിനോട് തന്നെയാണ് റിക്വസ്റ്റ് ചെയ്ത് മെസ്സേജ് അയച്ചത്. അവൻ ആ സമയത്ത് ഷിയാന്റെ ഒപ്പം റിലാക്സിന് വേണ്ടി ബോക്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുവാൻജി സ്ഥലത്തുണ്ട്. ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് റെസ്റ്റ് എടുക്കാൻ ചെന്നപ്പോഴാണ് ഷിയുടെ മെസ്സേജ് യു കണ്ടത്. മീഡിയ ഇൻവിറ്റേഷൻ ബാക്കിയുണ്ടോ എന്ന് അവൻ അപ്പോൾ തന്നെ ഷിയാനോട് ചോദിക്കുന്നു. അതും ഷീയ്ക്ക് വേണ്ടി തന്നെയാണ് എന്നറിഞ്ഞപ്പോൾ നീ ഇങ്ങനെ അവൾക്ക് വേണ്ടി ഇൻവിറ്റേഷനൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത് അവളോടുള്ള താല്പര്യം കൊണ്ടാണോ എന്ന് ഗുവാൻജി ചോദിക്കുന്നു. അങ്ങനെ ഒരു താല്പര്യമില്ല, ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണ്, പിന്നെ ഒരേ നാട്ടുകാരാണ്, പഠിച്ചത് ഒരേ സ്കൂളിൽ തന്നെയാണ്, ഒരു സീനിയർ ജൂനിയറിന്റെ റിക്വസ്റ്റ് സാധിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ യു മറുപടി നൽകുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇൻവിറ്റേഷൻ ഇനി ബാക്കിയില്ല എന്ന് ഷിയാൻ മുഖത്തടിച്ചതുപോലെ പറയുന്നുണ്ട്. അടുത്ത റൗണ്ടിൽ എന്നെ തോൽപ്പിക്കാമെങ്കിൽ ഇൻവിറ്റേഷൻ നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന് അവൻ പറയുന്നു. യു ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ട്. ഷീ അന്ന് വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴും ഇൻവിറ്റേഷന്റെ കാര്യം തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഷിയാൻ കമ്പനിയുടെ CEO ആണല്ലോ, ഇൻവിറ്റേഷൻ അയക്കുന്നതൊക്കെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കുമല്ലോ, അവൻ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഇതെല്ലാം നേരിട്ട് വിളിച്ചു ചോദിക്കാമെന്ന് തീരുമാനിച്ചവൾ ഫോൺ എടുത്തപ്പോഴാണ് ഷിയാനുമായിട്ടുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടു, അതുകൊണ്ട് ഇൻവിറ്റേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് യു അവൾക്ക് മെസ്സേജ് അയച്ചത്. അത് കണ്ടപ്പോൾ ഷിയാൻ തന്നെയാണ്
തനിക്ക് ഇൻവിറ്റേഷൻ തരാതെ യുലിങ്ങിന് നൽകിയതെന്ന് അവൾ ഉറപ്പിക്കുന്നു. അതും പറഞ്ഞവൾ റുവോയ്ക്ക് മെസ്സേജ് അയക്കുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അന്ന് ഞാൻ ഷിയാന്റെ കുറ്റം പറഞ്ഞത് അവൻ കേട്ടെന്നാണ് തോന്നുന്നത്. അതിന് പ്രതികാരമായിരിക്കണം ഇതൊക്കെ എന്ന് ഷീ വിഷമം പറയുന്നു. റുവോയ്ക്ക് ആൾറെഡി ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഫ്രണ്ട് വഴി ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ റുവോ ഗുവാഞ്ചിയോട് ഒരു ഇൻവിറ്റേഷൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഷിയാനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇൻവിറ്റേഷൻ കിട്ടില്ല എന്ന് അവൻ അപ്പോൾ തന്നെ മറുപടി നിൽക്കുന്നു. ഒരു വഴി നടക്കില്ല എന്നറിഞ്ഞപ്പോൾ റുവോയുടെ സബോർഡിനേറ്റ് ആണ് എന്ന രീതിയിൽ അവൾക്കൊപ്പം കയറി പറ്റാമെന്ന് ഷീ തീരുമാനിക്കുന്നു. അവൻ തന്നെ കയറ്റണ്ടാൻ തീരുമാനിക്കുന്നതനുസരിച്ച് അവൾക്ക് പോകണമെന്നുള്ള വാശിയും കൂടുന്നുണ്ട്. ഷിയാനും അവളെപ്പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് ഇൻവിറ്റേഷൻ കാർഡ് കിട്ടാൻ വേണ്ടി അവനുമായി ഫൈറ്റ് ചെയ്ത് തോൽവി സമ്മതിക്കേണ്ടി വന്നപ്പോൾ അവൾ കോൺഫറൻസിന് വരാതിരിക്കുന്ന ഒരു നഷ്ടം തന്നെയാണെന്ന് യു പറഞ്ഞിരുന്നു. അവളുടെ കമ്പനിയിലേക്ക് ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട് എന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് അവൾ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ. ഇൻവിറ്റേഷൻ യുലിങ്ങിനാണ് കിട്ടിയതെന്ന് അവൻ അറിയുന്നില്ല. അവളുടെ കമ്പനിയിലേക്ക് ഇൻവിറ്റേഷൻ അയച്ചിരുന്നോ എന്ന് അവൻ ഒരിക്കൽ കൂടി അസിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ അയച്ചു കൊടുത്ത ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് പിന്നെ എന്തിനാണ് അവൾ യു വഴി ഇൻവിറ്റേഷൻ ചോദിച്ചത് എന്ന ചിന്ത അവനെ അലട്ടുന്നു. രാത്രി ഷിയെ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ ഷിയാൻ ലൈറ്റ് പോലും വിടാതെ അവിടെ കുത്തിയിരിക്കുന്ന കണ്ട് ആദ്യം ഒന്ന് പേടിക്കുന്നു. അവനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾ ആശ്വാസമായത്. അങ്ങനെ കുത്തിയിരുന്ന് ചിന്തിക്കാൻ മാത്രം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൾ ചോദിച്ചപ്പോൾ അവളോട് പോയി കിടന്ന് ഉറങ്ങാൻ അവൻ പറയുന്നു. അടുത്ത ദിവസം യുലിങ് നേരത്തെ തന്നെ കോൺഫറൻസ് നടക്കുന്നിടത്ത് എത്തുന്നുണ്ട്. ഷീ ആയിരിക്കും വരുന്നത് കരുതി അവൾക്ക് ഫ്രണ്ടിൽ തന്നെ ഷിയാൻ സീറ്റ് അറേഞ്ച് ചെയ്തിരുന്നു. ആൾ മാറിയതറിയാതെ അവിടുത്തെ സ്റ്റാഫ് യുലിങ്ങിനെ അവിടെയാണ് കൊണ്ടിരുത്തിയത്. അത്ര മുന്നിൽ സീറ്റ് കിട്ടിയത് അവളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവിടെ ഇരുന്നൊരു സെൽഫിയൊക്കെ എടുത്ത് അവൾ പോസ്റ്റ് ചെയ്യുന്നു. ഷിയാൻ പ്രോഗ്രാം ഹാളിലേക്ക് വന്നു കയറിയപ്പോൾ അവൾ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴാണ് ഇൻവിറ്റേഷൻ അവൾക്കാണ് കിട്ടിയത്. എന്തുകൊണ്ടാണ് ഷീ വേറെ ഇൻവിറ്റേഷൻ തരപ്പെടുത്താൻ ശ്രമിച്ചതെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അവൻ പറഞ്ഞിരുന്ന ജേർണലിസ്റ്റിനെ ഫ്രണ്ട് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് എന്ന് അവൻ്റെ ഒരു സബോർഡിനേറ്റ് വന്ന് പറഞ്ഞെങ്കിലും അവൻ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അസിസ്റ്റന്റ് അയാളോട് പറഞ്ഞ് യുലിങ്ങിനെ അവിടെ നിന്ന് മാറ്റിയിരുത്തിക്കുന്നു. ഷിയാൻ മറ്റൊരു മുറിയിലിരുന്ന് ഷീയ്ക്ക് മെസ്സേജ് അയക്കാൻ ഒക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും വേണ്ടെന്ന് വെക്കുന്നു. ഷിയും ഷിയയും ഈ സമയം അവിടെ എത്തിയിരുന്നു. റുവോയും അവർക്ക് പുറകെ എത്തുന്നുണ്ട്. ഷിയെ അവൾക്കൊപ്പം കണ്ടപ്പോൾ റുവോ അത്ഭുതപ്പെടുന്നു. കോൺഫറൻസ് തുടങ്ങാൻ സമയമായതുകൊണ്ട് അധികം സംസാരിച്ച് നിൽക്കാതെ അവർ വേഗം അകത്തേക്ക് പോകാൻ തുടങ്ങുന്നു. പക്ഷേ ഒരു ഇൻവിറ്റേഷൻ കാർഡിൽ 2 പേർക്ക് മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി അവരെ തടയുന്നുണ്ട്. ഷിയെ എസ്കേപ്പ് ആകാനുള്ള ചാൻസ് നോക്കിയിരിക്കുന്നതായിരുന്നതുകൊണ്ട് അവൾ ഒഴിഞ്ഞു മാറിപ്പോകാൻ തുടങ്ങിയെങ്കിലും ഷിയെ അത് സമ്മതിക്കുന്നില്ല. അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് വെക്കുമോ, ഞാൻ എങ്ങനെയെങ്കിലും അകത്തേക്ക് വന്നോളാം എന്ന് അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഷിയാൻ മറ്റൊരു വഴിയുടെ പുറത്തേക്ക് വരുന്നത് കണ്ടത്. അവളെ കണ്ടപ്പോൾ അവൻ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നു. അകത്തേക്ക് കടക്കാൻ എനിക്കൊരു വഴി കിട്ടിക്കഴിഞ്ഞു, നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞ അവൾ അവരെ അകത്തേക്ക് പറഞ്ഞു വിടാൻ നോക്കുന്നു. റുവോ അകത്തേക്ക് പോയെങ്കിലും ഷിയെ ഇപ്പോഴും എസ്കേപ്പ് ആകാനുള്ള ശ്രമത്തിലാണ്. ഷിയാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ടപ്പോൾ അവളും വേഗം അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഷിയാൻ ഷിയുടെ അടുത്തേക്ക് വരെ ചെന്നിട്ട് ഒന്നും മിണ്ടാതെ തിരികെ പോകുന്നു. കൂടെ ചെല്ലാനാണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി അവൾ സന്തോഷത്തോടെ പുറകെ ചെല്ലുന്നുണ്ട്. അങ്ങനെ VIP റൂട്ടിലൂടെയാണ് അവൾ അകത്തേക്ക് പോയത്. യുലിങ് അകത്തിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ വിളിക്കാതെ അവളെ വിളിച്ചതിന് ഷീ പരാതി പറയുന്നു. ഇൻവിറ്റേഷൻ അയക്കുന്ന എൻ്റെ ജോലിയല്ല എന്ന് അവൻ പറയുന്നു. അപ്പോഴേക്കും അവൻ്റെ അസിസ്റ്റന്റ് അവിടേക്ക് ചെല്ലുന്നു. അവൾക്ക് സീറ്റ് അറേഞ്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോകുന്നു. നേരത്തെ യുലിങ്ങിനെ ഇരുത്തിയ ഫ്രണ്ട് സീറ്റ് അവൾക്ക് കാണിച്ചു കൊടുത്ത് ഈ സീറ്റ് ഷിയാൻ അവൾക്ക് വേണ്ടി പ്രത്യേകം അറേഞ്ച് ചെയ്തതാണ് എന്ന് അസിസ്റ്റന്റ് പറയുന്നു. ഇൻവിറ്റേഷൻ യുലിങ്ങിന് ചെയ്തത് PR ഡിപ്പാർട്ട്മെന്റിന്റെ മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞ് അവൻ സോറി പറയുന്നുമുണ്ട്. യുലിങ് പുറകിലിരുന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുന്നു. വിവരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷീക്ക് സന്തോഷമാകുന്നു. എൻ്റെ 2 ഫ്രണ്ട്സിനും കൂടി ഇവിടെ സീറ്റ് അറേഞ്ച് തരാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ പോയി അവരെ കൂട്ടിക്കൊണ്ട് വന്ന് അവളുടെ അടുത്തായിരുന്നു. നീ എങ്ങനെ ഇതിനകത്ത് കയറി ഇത്ര നല്ലൊരു സീറ്റ് തരപ്പെടുത്തിയെന്ന് റുവോ കുറച്ച് അത്ഭുതത്തോടെ അവൾ ചോദിക്കുന്നു. ഷിയാൻ അറേഞ്ച് ചെയ്താണെന്ന് അറിഞ്ഞപ്പോൾ അവനോട് ശരിക്കും താങ്ക്സ് പറയാൻ മറക്കരുതെന്ന് റുവോ ഓർമ്മിപ്പിക്കുന്നു. യുലിങ് ഈ സമയം ദേഷ്യവും അസൂയയും സഹിക്കവയ്യാത്ത നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്ന ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഷീ പ്രസ് കോൺഫറൻസിന് എത്തിയെന്ന് യു അവൾക്ക് മെസ്സേജ് ചോദിക്കുന്നു. എത്തിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ മീറ്റിംഗ് കഴിച്ച് കാണാമെന്ന് അവൻ മെസ്സേജ് ഇടുന്നു. അതേപോലെ തന്നെ ഗുവാഞ്ചി റുവോയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇനി 1-2 മണിക്കൂർ ബോറൻ പ്രസംഗം കേൾക്കേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമത്തിലാണ് ഷിയെ. അല്പസമയത്തിനുള്ളിൽ തന്നെ ഷിയാൻ സ്റ്റേജിലെത്തുന്നു. അവൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള കുറച്ച് VIP എത്താൻ ബാക്കിയുള്ളത് കൊണ്ട് അവൻ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഫോണിൽ നിന്ന് മെസ്സേജ് വന്ന് അവൻ എടുത്തു നോക്കുന്ന കണ്ട ഷുയി അവൻ അവിടെ നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയുണ്ട്, ഇന്ന് വളരെയധികം സുന്ദരനായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവന് മെസ്സേജ് അയക്കുന്നു. അത് കണ്ടപ്പോൾ ചെറിയ പുഞ്ചിരി വരുന്നുണ്ടെങ്കിലും അവിടെ ആയതുകൊണ്ട് അവൻ മസിൽ പിടിച്ച് നിൽക്കുകയാണ്. അവൻ്റെ അച്ഛനും ഗുവാഞ്ചിയും ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒഫീഷ്യലായി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.